പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. എന്തായാലും ഹൈറിച്ച് ഒരു തട്ടിപ്പാണെന്നും മണി ചെയിനാണ് നടത്തിയതെന്നും ലീഡർമാരും കമ്പനിയും ചേർന്ന് എല്ലാവരെയും മൂഞ്ചിക്കുകയാണെന്നും എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പ്രതാപിൻ്റെ 2 കേസിലെ ജാമ്യാപേക്ഷ കൂടി സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളാണ് പുതുതായിട്ട് വരുന്നത്. നവംബർ 3-ാം തീയതി ED കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടും അത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എടുത്തിട്ട് 2 മാസം കഴിഞ്ഞിട്ടും പ്രതാപൻ പുറത്തിറങ്ങിയിട്ടില്ല. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിയമപരമായി നീങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് പുതുതായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ED കേസ് പറഞ്ഞ് ഹൈക്കോടതിയിലെയും ഹൈക്കോടതി കേസ് പറഞ്ഞ് EDയിലെയും FIR തള്ളുന്ന കേസ് പറഞ്ഞ് ബഡ്സ് കോടതിയിലെയും ബഡ്സ് കോടതിയിലെ സെറ്റിൽമെൻറ്റ് പറഞ്ഞ് FIR തള്ളുന്ന കേസിലെയും എല്ലാം ഇങ്ങനെ മാറ്റിവെച്ച് ആൾക്കാർ ഓരോരോ ആളായി സ്വയം പിന്മാറുന്നവരെ ഇവർ കേസ് നടത്തിക്കൊണ്ടിരിക്കും. ചുരുങ്ങി പറഞ്ഞാൽ ഇവർക്ക് ഒരു 10-15 വർഷം കേസ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നതാണ് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് അറിയുന്നവർ അല്ലെങ്കിൽ നല്ല രീതിയിൽ സമ്മർദ്ദം ചെലുത്തി കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കുക, FIR ഇടുക എന്നുള്ളതാണ് നിങ്ങളോട് വീണ്ടും പറയുന്നത്. നിങ്ങൾ FIR ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു മോനും ഒരു പൈസയും തരുന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുക എന്ന് മാത്രമാണ്. FIR ഇട്ടവർക്ക് മാത്രമേ ഭാവിയിലെങ്കിലും പണം ലഭിക്കുകയുള്ളൂ. ബൈ.